ഹലോ ഓൾ. നമ്മൾ ഇതൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മോട്ടിവേഷൻ. നമ്മൾ കുറച്ച് നാളായിട്ട് ലീഡർഷിപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് നമ്മൾ തുടങ്ങിയ സമയം തൊട്ടേ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് മോട്ടിവേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന വേർഡ് ലാറ്റിൻ വേർഡായ മുവേർ എന്ന ടേമിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വേർഡിന്റെ മീനിങ് ടു മൂവ് എന്നാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മോട്ടിവേഷൻ എന്ന് പറയാം. അവർക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുത്ത് ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മോട്ടിവേഷൻ എന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട് അല്ലെ? മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് മോട്ടിവേഷൻ. ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിച്ച് കിട്ടാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻസ്പിറേഷൻ കൊടുക്കണമെന്ന് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മാനേജർ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഏത് രീതിയിൽ ഒരാളെ ഇൻസ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രചോദനം അവർക്ക് കിട്ടിയാൽ ഡിസൈഡ് ആയിട്ടുള്ള ജോലി അവർ ചെയ്തു തരും എന്ന കാര്യം അറിഞ്ഞിരുന്ന് ആ രീതിയിൽ അവർക്കത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് മോട്ടിവേഷനും നെഗറ്റീവ് മോട്ടിവേഷനും. ഈ നെഗറ്റീവ് മോട്ടിവേഷൻ പലപ്പോഴും ഫിയർ അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ച് ഒരു കാര്യം ചെയ്യിക്കുന്നതാണ്. പക്ഷെ നെഗറ്റീവ് മോട്ടിവേഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർ പേടിപ്പിച്ചെങ്കിൽ മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ. അത് ചിലരുടെ നേച്ചറാണ്. അപ്പം നെഗറ്റീവ് മോട്ടിവേഷൻ ഒരു ഡിസൈഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മോട്ടിവേഷൻ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യിക്കാൻ വേണ്ടി, അവരെ ഒരു ആൾക്ക് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഫേവറബിൾ ആയിട്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എല്ലാ എഫർട്ടും കൂടെ ചേർന്ന് പറയുന്ന ടേമാണ് മോട്ടിവേഷൻ. നമുക്കതിന്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും ടെക്നിക്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഡയറക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോട്ടിവേഷൻ. ഡയറക്ഷനകത്ത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം അതായിരുന്നു, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് അതർ പീപ്പിൾ. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സിനെ ഇൻസ്പയർ ചെയ്യാനും അവരിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ്മെന്റിന്റെ അടുത്തുള്ള ഒരു ഉപകരണമാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഒരു ഡെഫിനിഷൻ പോലെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ടു ഇന്റൻസിഫൈ ദെയർ ഡിസയർ ആൻഡ് വില്ലിംഗ്നെസ് ടു എക്സിക്യൂട്ട് ദെയർ ഡ്യൂട്ടീസ് ഇഫക്റ്റീവ്ലി ആൻഡ് കോഓപ്പറേറ്റ് ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, അവരുടെ ഉള്ളിൽ നിന്നൊരു ഉത്സാഹം അല്ലെങ്കിൽ ആഗ്രഹം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്യുന്നത് വഴി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും അതുവഴി ഒരു ഓർഗനൈസേഷന്റെ കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും സാധിക്കും. മോട്ടിവേഷൻ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു for achieving or satisfying their needs as well as the organization needs. മോട്ടിവേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ നീഡ്സ് മാത്രമല്ല, അതോടൊപ്പം പേഴ്സണൽ നീഡ്സും സാറ്റിസ്ഫൈഡ് ആകും. മൈക്കിൾ ജെ ജ്യൂസസ് പറയുന്ന ഡെഫിനിഷൻ നോക്കാം. ദി ആക്ട് ഓഫ് സ്റ്റിമുലേറ്റിംഗ് someone or oneself to get a desired course of action or to push the right button to get a desired reaction. ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന എല്ലാ സ്റ്റിമുലേഷൻസിനെയും കൂടി ചേർന്ന് പറയുന്ന പേരാണ് മോട്ടിവേഷൻ. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പോസിറ്റീവ് മോട്ടിവേഷൻ ആൻഡ് നെഗറ്റീവ് മോട്ടിവേഷൻ. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പണിഷ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജോലി പോകുമെന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടോ ഒരു കാര്യം ചെയ്യിക്കുന്നതിനാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവിടെ ഉള്ള ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യും എന്നുള്ളതാണ്. അതേസമയം പോസിറ്റീവ് മോട്ടിവേഷൻ, അതായത് ഒരു ഇൻഡിവിജ്വൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അവരിലുള്ള ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരുവാനും അവരുടെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാനും അതേസമയം വില്ലിംഗ് കോഓപ്പറേഷൻ ഒരു ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കുവാനും എംപ്ലോയീസ് തയ്യാറാകും.
പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പം അതൊന്നെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പാർട്ട് കൊടുത്താകാം, അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുത്തിട്ടാകാം, എൻകറേജ്മെന്റ് കൊടുത്തിട്ടാകാം, അവരുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അവർക്ക് ഇനീഷ്യേറ്റീവിന് ഒരു സാധ്യത കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് മോട്ടിവേഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ഥാപനത്തിൽ. മോട്ടിവേഷൻ പോസിറ്റീവും നെഗറ്റീവും മാത്രമല്ല, മറ്റൊരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ബെനിഫിറ്റ് ആയിട്ടോ കൊടുക്കുന്ന അവാർഡ്സ് ആണ്. എന്തെങ്കിലും ക്യാഷ് അവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക, കോൺസ്റ്റന്റ് ഇൻക്രിമെന്റ്സ് കൊടുക്കുക, ഹോളിഡേയ്സിൽ വേജസ് പ്രൊവൈഡ് ചെയ്യുക, ഏതെങ്കിലും വെക്കേഷൻ ട്രിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും വൗച്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, ഇൻഷുറൻസ്, ഡിസ്കൗണ്ട്സ്, ലോൺസ്, അതൊക്കെ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആയിട്ട് വരുന്നത് എന്തെങ്കിലും ഒരു പൊസിഷൻ അവർക്ക് അവാർഡ് ചെയ്യുക, ട്രെയിനിങ് ആൻഡ് സെമിനാർക്ക് അറ്റൻഡ് ചെയ്യാൻ അവരെ അനുവദിക്കുക, ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട റോള് കൊടുക്കുക, പിന്നെ മാനേജ്മെന്റ് ഫങ്ഷൻസിൽ അവരെ ഒരു പാർട്ടാക്കുക. അതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് മോട്ടിവേഷൻ. ഒരു സ്ഥാപനത്തിൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ട്, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓർഗനൈസേഷൻ എയിം ചെയ്യുന്നത്? ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആണ് ഹയർ എഫിഷ്യൻസി. മോട്ടിവേഷൻ കൊടുക്കുന്നത് വഴി ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, തങ്ങൾക്ക് കഴിവില്ല എന്നോർത്ത് മാറി നിൽക്കുന്ന എംപ്ലോയീസിന് ഒരു ഉത്തേജനമാകുന്നു. അതുവഴി അവരുടെ എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസും മോട്ടിവേറ്റഡ് ആകുന്നത് വഴി ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ഫേമും അതിനകത്തുള്ള എംപ്ലോയീസും എഫിഷ്യന്റ് ആകുന്നത് വഴി ആ ഫേമിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ്, ഐദർ ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പുവരുത്താൻ സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻസ് ആണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒരിക്കലും അവിടുന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കില്ല. അവിടെ തന്നെ അവർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെടുത്താനായിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിയും ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ടെന്യൂർ കൂടുതലായിരിക്കും. മോട്ടിവേഷൻ, പോസിറ്റീവ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് ഡിസയർ ചെയ്യുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ. നാലാമത്തേത് ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഇംപ്ലൈ ചെയ്യുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ: സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ആൾക്കാർക്ക് പ്രോപ്പർ വേജസ് അല്ലെങ്കിൽ പ്രോപ്പർ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് ആ ഓർഗനൈസേഷനോട് കോമൺ ആയിട്ടുള്ള താല്പര്യം കൂടുകയും അതുവഴി അവരുടെ സ്ഥാപനമാണെന്നൊരു സെൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി അവർ സഹകരിക്കാൻ തയ്യാറാകുന്നു. പ്രോപ്പർ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് കൊടുക്കുന്ന ഒരു ഫേമിൽ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് വളരെ എളുപ്പമായിരിക്കും. ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പീപ്പിളിന് എപ്പോഴും ഈ ഫേമിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അട്രാക്റ്റീവായിട്ട് നമ്മൾ വിൻഡോ ഡ്രസ് ചെയ്ത ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടുള്ള റിക്രൂട്ടീസ് വളരെ കൂടുതലായിരിക്കും. അടുത്തത് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച്. ഹൈ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ ഏതെങ്കിലും പുതിയ ആശയങ്ങൾ ആ ഫേമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. നേരത്തെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തിരിക്കുന്ന ഫേം ആണെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ മാറ്റം ഇംപ്ലിമെന്റ് ചെയ്താലും അതിന്റെ ബെനിഫിറ്റ് ഞങ്ങൾക്കും കൂടി കിട്ടും എന്ന ഒരു ഇംപ്രഷൻ എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എംപ്ലോയീസ് പുതിയ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തയ്യാറാകുകയും ചെയ്യുന്നു. അപ്പൊ പ്രോപ്പർ മോട്ടിവേഷൻ കൊണ്ട് ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആയി മാറുന്നു. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓർ നീഡ് ഓഫ് മോട്ടിവേഷൻ. ഈ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടും ഏറെക്കുറെ സെയിം തന്നെയാണ്. ആദ്യത്തേത് ജോലി ചെയ്യാനൊരു താല്പര്യം ഉണ്ടാക്കുക. രണ്ടാമത്തേത് എഫിഷ്യൻസി ഇൻ പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ മാത്രമല്ല ഇൻഡിവിജ്വൽ എഫിഷ്യൻസിയും പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത്തേത് ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ അയാൾക്കത് ചെയ്യാനുള്ള മനസ്സില്ല. അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്, കഴിവുള്ള ഒരാളെ ജോലി ചെയ്യിക്കാനുള്ള ഒരു മാർഗമാണ് മോട്ടിവേഷൻ. എംപ്ലോയീസുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ആവശ്യമായ പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കാനും മോട്ടിവേഷൻ നല്ലതാണ്.
ഏതെങ്കിലും പുതിയ ചേഞ്ചസ് മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആക്ച്വലി അഡോപ്റ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്തേക്കാം. ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ മോട്ടിവേഷൻ വേണം. പ്രോപ്പർലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആണെങ്കിൽ ടേൺ ഓവറും ആബ്സെന്റീസവും കുറവായിരിക്കും. നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന എംപ്ലോയീസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ ആ ഓർഗനൈസേഷന് കമ്മ്യൂണിറ്റിയിലുള്ള ഇമേജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഇൻഡസ്ട്രി മൊറയിൽ വളർത്തുന്നു. ഇൻഡസ്ട്രി മൊറയിൽ എന്ന് വെച്ചാൽ ആ സ്ഥാപനം ഞങ്ങളുടേത് കൂടെയാണ് എന്നൊരു ഫീലിംഗ് എംപ്ലോയീസിനിടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് ചലഞ്ചസ് ടു മോട്ടിവേഷൻ ഓർ കോംപ്ലക്സിറ്റീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ നല്ലതാണ്, മോട്ടിവേഷൻ നെസസറി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ മോട്ടിവേഷൻ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, മോട്ടിവേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ചലഞ്ചാണ് ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദെയർ മോട്ടിവേഷൻ. നമ്മൾ ലീഡർഷിപ്പിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എല്ലാ സാഹചര്യങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഇല്ല എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ എംപ്ലോയീസിനും വേണ്ടി കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ഇല്ല. കാരണം പലരുടെയും പേഴ്സണൽ നീഡ്സ് പലതായിരിക്കും, പല രീതിയിലുള്ള മോട്ടിവേഷൻ ആയിരിക്കും ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിഗത നീഡ്സ് പലതായിരിക്കും. അടുത്തത് മോട്ടിവേറ്റേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഡിഫറെന്റ്ലി. ഇവിടെ മോട്ടിവേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടിവേഷൻ കൊടുക്കുന്ന ആ ടെക്നിക്കിനെയാണ്. അപ്പോൾ ഒരേ മോട്ടിവേഷൻ ടെക്നിക്ക് ആണെങ്കിലും പല എംപ്ലോയീസും പല ഇൻഡിവിജ്വൽസും അതിനെ ചിന്തിക്കുന്നത് പല വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും. നമ്മൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി കാണാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും അതിലെ ആദ്യത്തെ നീഡ് ഫിസിയോളജിക്കൽ നീഡാണ്, രണ്ടാമത്തേത് സെക്യൂരിറ്റി നീഡ്. ഇപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സ് ആയ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ അങ്ങനെയുള്ള ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അയാൾ നോക്കുന്നത് സെക്യൂരിറ്റി നീഡ്സ് ആയിരിക്കും. അതായത് ഈ ജോലി ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി എങ്കിൽ മാത്രമേ അയാൾക്ക് ഇനിയും അയാളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്കും സെയിം സെക്യൂരിറ്റി നീഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരാൾക്ക് ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല, അതിനെ ലീഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കത്തില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പുറത്താക്കപ്പെടാം. പക്ഷെ മറ്റൊരാള്, ഇതേ സെക്യൂരിറ്റി നീഡ് തന്നെ ഉള്ള മറ്റൊരാള് ഇങ്ങനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അയാൾ അത് ഏറ്റെടുക്കും. കാരണം അയാളുടെ ചിന്ത, ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റിയും ചെയ്യുന്നില്ല, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് ഓർഗനൈസേഷന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ പുറത്താകുമെന്നുള്ളതാണ്. അപ്പോൾ ഒരേ മോട്ടിവേഷൻ ടെക്നിക്ക് തന്നെ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു ചലഞ്ചാണ്. അടുത്ത ഒരു ചലഞ്ചാണ് മോട്ടിവേഷൻസ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഇപ്പൊ അത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. മാസ്ലോ 5 നീഡ്സ് ആണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, 5 ബേസിക് ഹ്യൂമൻ നീഡ്സ്. അതിൽ ഓരോ നീഡ്സും അക്കംപ്ലിഷ് ചെയ്യും തോറും അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന മോട്ടിവേഷന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പല എംപ്ലോയീസിനും പല രീതിയിലുള്ള മോട്ടിവേഷനാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് ഇന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് വേണ്ടത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ പോലും അയാളുടെ ഓരോ നീഡ്സും സാറ്റിസ്ഫൈഡ് ആകും തോറും അയാൾ ആഗ്രഹിക്കുന്ന മോട്ടിവേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ആളെ ജോലിക്ക് കയറുമ്പോൾ അയാളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് എനിക്ക് നല്ല സാലറി കിട്ടണം, ഇവിടെ പെർമനന്റ് ആകണമെന്നായിരിക്കും. പക്ഷെ അയാൾ പെർമനന്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കണം, എന്റെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരിക്കും. അപ്പൊ ഓരോ സ്റ്റേജും അയാൾ കഴിയും തോറും അയാൾ ആഗ്രഹിക്കുന്ന മോട്ടിവേഷൻ വേറെ വേറെ ആയിരിക്കും. അടുത്ത ചലഞ്ച് മോട്ടിവേഷൻ ഇസ് കോംപ്ലക്സ്. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓവറോൾ എംപ്ലോയീസും മൊത്തത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്റ്റൈല് ഒരു മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്തെങ്കിൽ പോലും ആൾക്കാരുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ മോട്ടിവേഷൻ ടെക്നിക്കും ആൾക്കാർ എങ്ങനെ വ്യൂ ചെയ്യും എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ അത് ആ എംപ്ലോയീസിന്, ആ ഓർഗനൈസേഷനെ കുറിച്ച് തന്നെയുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാകാം. എങ്ങനെയാണെങ്കിലും നല്ലത് വിചാരിച്ച് ചിലപ്പോൾ ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യം പോലും എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യാനും ഉദ്ദേശിച്ചതിന്റെ നേരെ എതിർ റിസൾട്ട് വരാനുമുള്ള സാധ്യതയുണ്ട്.
അടുത്ത ഒരു ചലഞ്ചാണ് ഇൻഡിവിജ്വൽസ് ആർ അൺഅവെയർ. പലപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നത് ഇൻഡിവിജ്വൽസ് ആർ അൺഅവെയർ. ഇപ്പൊ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിലും ആരെങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി പറയുന്ന ഒരു കാര്യമാണെന്ന് അവർക്കറിയാം, പക്ഷെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് മോട്ടിവേഷൻ ആണ്, എന്നെ വളർത്താൻ വേണ്ടി എന്റെ സ്ഥാപനം ചെയ്യുന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പലപ്പോഴും ഇൻഡിവിജ്വൽസിന് പറ്റുന്നില്ല. അത് ഒരു ചലഞ്ച് ആയിട്ട് തന്നെ കണക്കാക്കാം. നമ്മൾ ചലഞ്ചസ് പറഞ്ഞപ്പം മോട്ടിവേറ്റേഴ്സ് എന്നൊരു ടേം യൂസ് ചെയ്തായിരുന്നു. അതായത് മോട്ടിവേഷൻ ഏത് മാർഗത്തിലൂടെയാണ് എംപ്ലോയീസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അതിനാണ് മോട്ടിവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്നും പറയാം. അപ്പൊ ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. എംപ്ലോയീസ് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും ഓർഗനൈസേഷന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ് ഇൻസെന്റീവ്സ്. ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിട്ടോ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് മോണിറ്ററി ടേംസിൽ ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് എംപ്ലോയീസിന് ഓഫർ ചെയ്യുവാണെങ്കിൽ അതിനെ ഒരു ഇൻസെന്റീവ് മോട്ടിവേഷൻ ആയിട്ട് പറയാം. രണ്ടാമത് ഉള്ള ഒരു ടെക്നിക്കാണ് ജോബ് ബേസ്ഡ് ടെക്നിക്. ജോബ് ബേസ്ഡ് ടെക്നിക് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പ്രധാനമായിട്ടും 4 ടെക്നിക്സ് ആണുള്ളത്: ജോബ് റൊട്ടേഷൻ, ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ് ആൻഡ് ജോബ് എൻറിച്ച്മെന്റ്. ഇത് ഓരോന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് 2 മാർക്കിനും പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ് ഈ 4 ടെക്നിക്സും. ആദ്യമായി പറയുന്നത് ജോബ് റൊട്ടേഷൻ ആണ്. ജോബ് റൊട്ടേഷനിൽ ഒരു എംപ്ലോയിയെ സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ബോറടി മാറ്റാൻ വേണ്ടി അയാളെ മറ്റൊരു ജോലി ഏൽപ്പിക്കുന്നു. അങ്ങനെ അതുവഴി അയാൾക്കുണ്ടായേക്കാവുന്ന ഒരു മടുപ്പ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അയാൾക്കുള്ള അറിവ്, മറ്റൊരു ജോലി ചെയ്യുന്നത് വഴി അയാൾക്കുള്ള അറിവ് ഒന്നും കൂടെ വളർത്താനും സാധിക്കും. ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ബേർഡൻ ഒരു പരിധി വരെ കുറച്ചു കൊടുക്കുന്നു. അയാളുടെ വർക്ക് ലോഡ്, സ്ട്രെസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് ഇപ്പോഴത്തെ വർക്ക് ലോഡിൽ വരുത്തുമ്പോഴാണ് അതിന് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ജോബ് എൻലാർജ്മെന്റ് ആണ്. ജോബ് സിംപ്ലിഫിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജോബ് എൻലാർജ്മെന്റ്. ഒരു എംപ്ലോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതിന്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ജോബ് എൻലാർജ്മെന്റ് ആയി മാറുന്നു. അങ്ങനെ ജോബ് എൻലാർജ് ചെയ്യുന്നത് വഴി അയാൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിന്റെ എണ്ണം കൂടുന്നു, സ്പെഷ്യലൈസേഷൻസ് കൂടുന്നു, അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കൂടുന്നു. അതോടൊപ്പം വർക്ക് ലോഡ് കൂടുന്നു. പക്ഷെ വർക്ക് ലോഡ് കൂടിയെങ്കിൽ പോലും പലപ്പോഴും ഇതൊരു മോട്ടിവേറ്റർ ആണ്, ഒരു പോസിറ്റീവ് മോട്ടിവേറ്റർ ആണ്. കാരണം അയാളുടെ കഴിവിൽ ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് മാനേജ്മെന്റ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത് എന്ന ഒരു ഇംപ്രഷൻ ഈ എംപ്ലോയിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ജോബ് എൻലാർജ് ചെയ്യുന്നത് വഴി അയാളുടെ റിവാർഡ്സ് കൂടും. അയാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം കിട്ടുന്നത് കൊണ്ട് അയാളുടെ ഇൻട്രസ്റ്റ് കൂടും. പുതിയ ജോലിയായിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നു. ജോബ് എൻറിച്ച്മെന്റും ജോബ് എൻലാർജ്മെന്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ജോബ് എൻലാർജ്മെന്റിൽ എംപ്ലോയി ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പുറമെ മറ്റു ജോലികളും കൂടി ഏൽപ്പിക്കുവാണ്. പക്ഷെ ജോബ് എൻറിച്ച്മെന്റിൽ എംപ്ലോയി ചെയ്തുകൊണ്ടിരുന്ന ബേസിക് വർക്കിന് മാറ്റമൊന്നുമില്ല. പക്ഷെ അതേ ജോലിയിൽ തന്നെ അഡീഷണൽ പവേഴ്സ്, അതോറിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബ് എൻറിച്ച്മെന്റ് വഴി അതേ ജോലിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ പവർ അതേ ജോലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഈ പവർ കൂടുതൽ കൊടുക്കുന്നത് മാത്രമല്ല ജോബ് എൻറിച്ച്മെന്റിൽ വരുന്നത്, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് എൻവയോൺമെന്റിൽ മാറ്റം വരുത്തുക, ഇപ്പൊ അയാളുടെ ക്യാബിൻ ഫർണിഷ് ചെയ്യുക, AC പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ ജോബ് എൻറിച്ച്മെന്റിന്റെ ഭാഗമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ബേസിക് കാര്യം. ജോബ് എൻലാർജ്മെന്റും ജോബ് എൻറിച്ച്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജോബ് എൻലാർജ്മെന്റിൽ ഒരു സിംഗിൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് അല്ലാതെ പുറത്തുനിന്നുള്ള ടാസ്ക് ഒരു എംപ്ലോയി ഏൽപ്പിക്കുന്നു. ജോബ് എൻറിച്ച്മെന്റിൽ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് സ്കോപ്പ് ഓഫ് ദി ജോബ്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. അതേ ജോലിയിൽ മാത്രമല്ല അയാൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിനേക്കാൾ കൂടിയ ജോലി അയാൾ ഏറ്റെടുക്കേണ്ടതായിട്ടിരിക്കുന്നു.
ജോബ് എൻറിച്ച്മെൻറ്റിൽ ഒരേ ജോലിയിൽ തന്നെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ എണ്ണമാണ് കൂടുന്നത്. ജോബ് എൻലാർജ്മെൻറ്റ് വഴി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ജോലിയുടെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി കൂടുതൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനും അയാളുടെ ബോറിംഗ് ഒഴിവാക്കാനും സാധിക്കുന്നു. ജോബ് എൻറിച്ച്മെൻറ്റിൽ കൂടുതൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോബ് തന്നെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോബ് എൻലാർജ്മെൻറ്റ് ചിലർക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ആകാം, ചിലർക്ക് നെഗറ്റീവ് റിസൾട്ട്സ് ആകാം. പക്ഷെ ജോബ് എൻറിച്ച്മെൻറ്റ് എപ്പോഴും പോസിറ്റീവ് റിസൾട്ട്സ് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അഡീഷണൽ സ്കിൽസ് ജോബ് എൻലാർജ്മെൻറ്റിൽ വേണ്ട അതേ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ തന്നെ പക്ഷേ മറ്റ് ആക്ടിവിറ്റീസിലേക്കാണ് ഒരു എംപ്ലോയി പോകുന്നത്. ജോബ് എൻറിച്ച്മെൻറ്റിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് സെയിം ജോലി തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഡീഷണൽ സ്കിൽസ് വേണം. എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ, സെയിം ലെവലിൽ തന്നെയുള്ള അയാളുടെ ജോലികളാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ ജോബ് എൻറിച്ച്മെൻറ്റിൽ കൂടുതൽ പവർ കൊടുക്കുകയാണ്. അതുകൊണ്ട് വെർട്ടിക്കലാണ്. അടുത്ത ഒരു ടെക്നിക്കാണ് MBO ടെക്നിക്സ്. നമ്മൾ MBO നേരത്തെ കണ്ടിട്ടുണ്ട്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സിൽ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും, സുപ്പീരിയർ ആണെങ്കിലും സബോർഡിനേറ്റ് ആണെങ്കിലും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെങ്കിലും ലോവർ ലെവൽ മാനേജ്മെന്റ് ആണെങ്കിലും ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ടാർഗറ്റ്സ് ഉണ്ട്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് പ്രീ ഡിസൈഡഡ് ആണ്. ഇങ്ങനെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന തിയറി ഫോളോ ചെയ്യുന്നത് വഴി ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും ഒരു ഓർഗനൈസേഷൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നേരത്തെ അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഓരോരുത്തർക്കും സാധിക്കുന്നു. അത് ഒരു മോട്ടിവേഷൻ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ലീഡർഷിപ്പ് ടെക്നിക്സ്. ഇതൊരു മോട്ടിവേഷൻ ടെക്നിക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലീഡർ അയാളുടെ ലീഡർഷിപ്പ് സ്റ്റൈല് മാറ്റിക്കഴിഞ്ഞാൽ അത് മോട്ടിവേഷനുള്ളൊരു കാരണമാണ്. ഓരോ തരം ലീഡേഴ്സിനും, ഓട്ടോക്രാറ്റിക് ആണെങ്കിലും ഡെമോക്രാറ്റിക് ആണെങ്കിലും പറ്റേണലിസ്റ്റിക് ആണെങ്കിലും ഫ്രീ റെയിൻ ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്യാൻ അവരുടേതായ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ നിന്നും മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് ഒരു ലീഡർ മാറാൻ തയ്യാറായാൽ, ഒരു സുപ്പീരിയർ മാറാൻ തയ്യാറായാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. അടുത്ത ഒരു ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് പ്യുവർലി ഒരു മോട്ടിവേഷണൽ ടെക്നിക്ക് അല്ല. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊടുക്കുന്നത് വഴി മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് സബോർഡിനേറ്റ്സിനോ ലോ ലെവൽ മാനേജ്മെന്റിനെ ഉദ്ദേശിച്ചുള്ളതല്ല, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന് എയിം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊടുക്കുന്നത് വഴി ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും എങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും ലീഡേഴ്സിന് മനസ്സിലാകും. അപ്പോൾ ഇതിന്റെ നീഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഓരോ മാനേജറിനും അവരെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ സ്ട്രെങ്സ് ഏതാണ്, വീക്ക്നെസ്സസ് ഏതാണ്, എവിടെയൊക്കെയാണ് അവരിനി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി അവരുടെ ഒരു ഓവറോൾ അനാലിസിസ് ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് വഴി നടത്താൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിൽ ലീഡർഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, എപ്പോഴും പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പാണ് ഒന്നും മികച്ചു നിൽക്കുന്നത്. എംപ്ലോയീസിനും പ്രൊഡക്ഷനും, എംപ്ലോയീസിനും വർക്കിനും ഈക്വലി ഹൈ കൺസേൺ കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് പലയിടത്തും അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടായിരുന്നത്. പാർട്ടിസിപ്പേറ്റീവ്, ഡെമോക്രാറ്റിക്, അതുപോലെ ടീം മാനേജ്മെന്റ് എന്നിങ്ങനെ പല പേരിലാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സുപ്പീരിയറിന് സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാനേജേഴ്സിനെ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2-വേ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു എംപ്ലോയിക്ക് അയാൾ നിലനിൽക്കുന്ന ആ ഗ്രൂപ്പിനെ കുറിച്ചും ആ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിനെ കുറിച്ചും ആ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ വർക്ക് എൻവയോൺമെന്റിനെ കുറിച്ചും ഒരു അനാലിസിസ്, ഒരു പഠനം, ഒരു അറിയിപ്പ് കിട്ടാൻ വേണ്ടി സാധിക്കുന്നു ഇങ്ങനൊരു ട്രെയിനിങ് കൊടുക്കുന്നത് വഴി. അതുവഴി ഓരോ ഓർഗനൈസേഷനും റിക്വയർമെന്റ് അനുസരിച്ച് മോട്ടിവേഷൻ ടെക്നിക്സ് മോഡിഫൈ ചെയ്യാൻ ഓരോ ലീഡറിനും സാധിക്കുന്നു. പിന്നെ ഡൈനാമിക് നേച്ചർ അല്ലെങ്കിൽ അൺഅണ്ടർസ്റ്റാൻഡബിൾ നേച്ചറിലുള്ള
എംപ്ലോയി ഗ്രൂപ്പിന്റെ ബിഹേവിയറിനെ പഠിക്കാനും ഏത് രീതിയിൽ അവരെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുവാനും ഒരു ലീഡറിന് അല്ലെങ്കിൽ ഒരു മാനേജറിന് സാധിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മോട്ടിവേഷൻ ആണ് പഠിച്ചത്. മോട്ടിവേഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് കണ്ടു, ടൈപ്സ് കണ്ടു, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ചലഞ്ചസ്, അതുപോലെ ടെക്നിക്സ് എല്ലാം നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്നിക്സ് ആണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. തിയറീസ് ഓഫ് മോട്ടിവേഷനും കൂടിയേ ഇനി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്നുള്ള ഏരിയ കഴിയും.